മണിയാശാൻ, അതായത് MM മണി ഇവിടെ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുള്ളത്. എങ്ങനെ കാണുന്നു ഈ പരിപാടി? എങ്ങനെ കാണുന്നു? ഇങ്ങനെ ഒരു സംസ്ഥാനത്ത് എങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും നേരത്തെ വിചാരിച്ചിരുന്നു? 2021 തന്നെ തീരുമാനം എടുത്തതാണ്. പിന്നെ അത് ഒന്ന്, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ കഴിഞ്ഞും ഈ കേരള സംസ്ഥാനം കൈവരിച്ച നേട്ടം, അതിദരിദ്രരില്ലാത്ത കേരളം, ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ നിയമം, പിന്നെ 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന കേരളം, അങ്ങനെ എന്തുകൊണ്ടും ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും കൈവരിക്കാത്ത നേട്ടമാണ് കേരള സംസ്ഥാനം കൈവരിച്ചത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ഒന്നാം EMS ഗവൺമെന്റ് മുതൽ ഇപ്പോ അധികാരത്തിലിരിക്കുന്ന സഹോ പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ വരെ സംഭാവന അതിമഹത്തരമാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കൈവരിക്കാത്ത നേട്ടമാണ് കേരളത്തിൽ കൈവരിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. പ്രതിപക്ഷം എന്താണ് ഇങ്ങനെ പറയുന്നത്? ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തോണ്ട് ഇപ്പൊ 2000 രൂപ എല്ലാ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ വലിയ പുരോഗതി ഉണ്ടാക്കി എന്ന് അവർ അംഗീകരിച്ചാൽ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ ബാധിക്കുവോ എന്നൊക്കെ അവർ സംശയിക്കുന്നു, ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവരും ഇതിന്റെ കൂടെ കൂടേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഗവൺമെന്റുകളും ഈ കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട്. ആ ഗവൺമെന്റുകൾ ഒന്നും ചെയ്തില്ലെന്നൊന്നും ആരും പറയുകയില്ല. അപ്പോ കേരളത്തെ ഇന്നത്തെ രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ ഗവൺമെന്റുകൾക്കുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ ഇവിടെ മാറി മാറി അധികാരത്തിൽ വന്ന UDF ഗവൺമെന്റും അവർ പങ്കാളികളാണെന്നാണ് ഞാൻ കരുതുന്നത്. അവർക്കും അവരുടേതായ പങ്കുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.